ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി ഏർപ്പെടുത്തിയ ഏറ്റവും നല്ല കലാ സാംസ്കാരിക പ്രവർത്തകനുള്ള 2024 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കവിയും ഗാനരചയിതാവും ചിത്രകാരനുമായ കെ ജയകുമാറിന്. ഈ വർഷവും 2024 ഏറ്റവും നല്ല കലാ സാംസ്കാരിക പ്രവർത്തകനുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കെ ജയകുമാർ IAS-നാണ് നമ്മൾ നൽകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ 13ാം ചരമവാർഷിക ദിനമായ ജനുവരി 24 വെള്ളിയാഴ്ചയാണത്. വെള്ളിയാഴ്ച 4 മണിക്ക് തോട്ടപ്പള്ളി അഴീക്കോട് നഗറിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ജഡ്ജിങ് പാനൽ ഇദ്ദേഹത്തെയാണ് ഇപ്രാവശ്യം ഏറ്റവും നല്ല സാംസ്കാരിക പ്രവർത്തകനായിട്ട് തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ ഈ കറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥൻ, ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുപരി അദ്ദേഹത്തിൻ്റെ കലാരംഗത്തുള്ള മികവ്. സുകുമാർ അഴീക്കോടിന്റെ 13ാം ചരമവാർഷിക ദിനമായ 2025 ജനുവരി 24 ചൊവ്വാഴ്ച 4 മണിക്ക് തോട്ടപ്പള്ളി അഴീക്കോട് നഗറിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന് അവാർഡ് സമ്മാനിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ആകെ 47 കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ 12 മലയാള കവിതാ സമാഹാരങ്ങളും 3 ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങളും ഉൾപ്പെടുന്നു. ഒറ്റപ്പെട്ടവന്റെ പാട്ട്, സന്താപവൃക്ഷം, രാത്രിയുടെ സാധ്യതകൾ, നിൽപ്പുമരങ്ങൾ, പിങ്കളകേശിനി തുടങ്ങിയ കവിതകളും ടാഗോറിന്റെ ഗീതാഞ്ജലി, ഖലീൽ ജിബ്രാന്റെ പ്രവാചകനും അടക്കം പല കൃതികളുടെയും പരിഭാഷകൾ ഇദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽപ്പെടുന്നു. വർണ്ണച്ചിറകുകൾ എന്ന കുട്ടികളുടെ സിനിമ രചിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. 350ഓളം സിനിമാ ഗാനങ്ങൾ എഴുതി. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ അദ്ദേഹം മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി കളക്ടർ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഔദ്യോഗിക ജീവിതം കറപുരളാത്തതും സംശുദ്ധവുമായി തീർന്നു. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത്. 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 2025 ജനുവരി 24 തോട്ടപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അവാർഡ് സമ്മാനിക്കും. അഴീക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും ഡോക്ടർ സിറിയക് തോമസ് ആണ്. ഉപന്യാസ മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. സമ്മേളനത്തിൽ വെച്ച് തോട്ടപ്പള്ളി രവീന്ദ്രന്റെ ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതാനുഭവങ്ങൾ എന്ന പുസ്തകം കെ ജയകുമാറും തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ കുട്ടികളുടെ വാക്പഠനം നവോത്ഥാന ആചാര്യന്മാരും എന്ന പുസ്തകം ഡോക്ടർ സിറിയക് തോമസും പ്രകാശനം ചെയ്യും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികൾക്കായുള്ള ഉപന്യാസ മത്സരങ്ങൾ ജനുവരി 18 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തോട്ടപ്പള്ളി അക്ഷയ കോളേജിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ S. സുരേഷ് കുമാർ, D. രഘു, K. രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിജ്ഞാന ആലപ്പുഴ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള വലിയ മുന്നേറ്റമാണെന്ന് H. സലാം MLA. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയുടെ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പല മാതൃകാപരമായ ജനകീയ പദ്ധതികൾക്കും മാതൃകയായി തീർന്ന ഒരു ജില്ല കൂടിയാണ് നമ്മുടെ ജില്ല. അത് ഫലപ്രവർത്തനം നോക്കിയാൽ കാണാൻ കഴിയും. ഇന്ന് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ഏറ്റവും മഹത്തായ പ്രസ്ഥാനമായി വളർന്നു വന്നിട്ടുണ്ട്. ആദ്യത്തെ സ്ത്രീകളുടെ അയൽക്കൂട്ടത്തിൽ രൂപീകരണം നടക്കുന്ന ആലപ്പുഴ നഗരത്തിലാണ്. അവിടെ നിന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയായ ഒരു വലിയ സ്ത്രീ ശക്തിയായിട്ട് രൂപാന്തരപ്പെട്ട കുടുംബശ്രീ എന്ന സംവിധാനം കാണാൻ. കേരളത്തിലെ ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ സംസ്ഥാനത്താകെ ഏത് പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചാലും ഏത് തലത്തിൽ ആലോചിച്ചാലും അവിടെയെല്ലാം നമുക്കൊരു ആലപ്പുഴ മോഡൽ കൂടി ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായ ഒരു സൈഡ് ആലോചിക്കുമ്പോൾ ഏറ്റവും വിജയകരമാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ വിജ്ഞാന കേരളം പദ്ധതിക്ക് ആലപ്പുഴയിൽ മെഗാ തൊഴിൽ മേളയിലൂടെ തുടക്കം കുറിക്കാനാവുന്നത് അഭിമാനകരമാണ്. സംസ്ഥാനത്ത് മാതൃകാപരമായ പല പദ്ധതികൾക്കും തുടക്കമായത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ നഗരത്തിൽ ആരംഭിച്ച അയൽക്കൂട്ടമാണ് പിന്നീട് കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനമായി വളർന്നത്. ശുചീകരണ മേഖലയിലെ പദ്ധതികൾ, കഞ്ഞിക്കുഴിയിലെ ജനകീയ പച്ചക്കറി കൃഷി തുടങ്ങിയവയൊക്കെ നമുക്ക് മുന്നിലുള്ള മറ്റുദാഹരണങ്ങളാണ്. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയെ അഭിമുഖീകരിക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ബൃഹത്തായ പദ്ധതിയാണ് വിജ്ഞാന കേരളം. പദ്ധതിയുടെ ആദ്യ ഘട്ടമെന്ന നിലയ്ക്ക് സംഘടിപ്പിക്കുന്ന വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിൽ ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്താൻ കഴിയണം. തൊഴിൽ അന്വേഷിക്കുന്ന ജില്ലയിലെ മുഴുവൻ പേരെയും ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അവർക്ക് തൊഴിൽ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. വെറുമൊരു തൊഴിൽ മേള എന്നതിനപ്പുറം
ഏത് തൊഴിലും നേടാൻ നമ്മുടെ തൊഴിൽ അന്വേഷകരെ പ്രാപ്തരാക്കുന്ന വലിയൊരു പദ്ധതിയാണെന്നും ഇതിന് മുന്നോട്ടിറങ്ങിയ ജില്ലാ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നതായും MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ, സബ് കളക്ടർ സമീർ കിഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മെഗാ തൊഴിൽ മേളയുടെ വിജയത്തിനായി 251 അംഗ ജനറൽ കമ്മിറ്റിയും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, ജില്ലയിലെ MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, മുൻ ധനമന്ത്രി TM തോമസ് ഐസക് എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ. ജില്ലയിലെ MLAമാരായ H സലാം, MS അരുൺകുമാർ, U പ്രതിഭ, രമേശ് ചെന്നിത്തല, PP ചിത്തരഞ്ജൻ, തോമസ് K തോമസ്, ദലീമ ജോജോ എന്നിവരാണ് രക്ഷാധികാരികൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, SD കോളേജ് മാനേജർ കൃഷ്ണകുമാർ വൈസ് ചെയർമാൻമാരുമായ സമിതിയിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് ജനറൽ കൺവീനർ. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് ആണ് കൺവീനർ. തൊഴിൽ മേളയുടെ വിജയത്തിന് 14 സബ് കമ്മിറ്റികളെയും രൂപീകരിച്ചിട്ടുണ്ട്. ദുരിതയാത്രയ്ക്ക് അവസാനമില്ലാതെ പൂവം, നക്രാപുതുവൽ, കൈപ്പുഴാക്കൽ നിവാസികൾ. പനയാറിന് കുറുകെ അടിയന്തരമായി പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് അധികാരികൾ. നക്രാപുതുവലിനെയും കൈപ്പുഴാക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. പമ്പയുടെ കൈവഴിയായ പനയാറിന് കുറുകെ നാട്ടുകാരിട്ട ഈ 3 കമുകുന്തടിയാണ് ഈ പ്രദേശവാസികളുടെ ഏകാശ്രയം. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള നൂൽപാലമല്ല ഇത്. കൈപ്പുഴ ഭാഗത്തെ 20-ലധികം കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്താനുള്ള ഏക മാർഗമാണ് ഈ പാലം. ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന ഇവിടെ 3 വർഷം മുമ്പ് മധു എന്നയാൾ പാലത്തിൽ നിന്നും വെള്ളത്തിൽ വീണു മരിച്ചു. മാത്രമല്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലും ഈ നൂൽപാലത്തിലൂടെ വേണം മറുകരയെത്താൻ. കൂടാതെ രോഗികളായവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ പാലത്തിലൂടെ എടുത്തുകൊണ്ട് വേണം വരാൻ, അല്ലെങ്കിൽ വള്ളത്തിലൂടെ മറുകര എത്തിക്കണം. എന്നാൽ പോള നിറഞ്ഞതിനാൽ അതിനും കഴിയില്ല. നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പുതിയ പാലം നിർമ്മിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ജലരേഖയായി. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം ഈ നൂൽപാലത്തിലൂടെ ആടിക്കളിക്കുമ്പോഴും ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്നടിക്കുകയാണ് അധികാരികൾ. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം ഈ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അധികാരികൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. മഹാകവി കുമാരനാശാൻ ചരമ ശതാബ്ദി നവോത്ഥാന സന്ദേശയാത്രയ്ക്ക് രാമങ്കരിയിൽ ഉജ്ജ്വല സ്വീകരണം. രാമഗിരി SNDP ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം ജാഥ ക്യാപ്റ്റൻ KP സജി ഉദ്ഘാടനം ചെയ്തു. ആചാരസമിതി താലൂക്ക് പ്രസിഡന്റ് രാമങ്കരി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്രിസ്പ് ചങ്ങനാശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ തോമസ് താന്നിയത്തെ മുഖ്യ പ്രഭാഷണം നടത്തി. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണം, എല്ലാവർക്കും ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കണം എന്നൊക്കെയുള്ള നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ച് അത് പ്രാബല്യത്തിലാക്കാൻ വേണ്ടി ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുള്ള നല്ല വ്യക്തിത്വം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെ ഓർമ്മിക്കുകയും അവരുടെ നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നമ്മുടെ ഈ സാഹചര്യത്തിൽ എപ്രകാരം പ്രാവർത്തികമാക്കാമെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കും അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കണം. ഇത് നമ്മുടെ കായിക്കരയിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമായിട്ടുള്ള കായിക്കരയിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ അന്തിമ സമയം നടന്ന പല്ലനയിൽ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ യാത്ര, അദ്ദേഹത്തിൻ്റെ സ്മരണയുണർത്തിക്കൊണ്ടുള്ള യാത്ര പലയിടങ്ങളിലും ഊഷ്മളമായിട്ടുള്ള സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജാതിമത ഭേദമന്യേ അദ്ദേഹത്തോടുള്ള നമ്മുടെ എല്ലാവരുടെയും ആ ഒരു വലിയ ഒരു സന്തോഷവും അദ്ദേഹത്തോടുള്ള താല്പര്യവുമാണ് ഇപ്രകാരമുള്ള രീതിയിൽ. രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R രാജുമോൻ, SNDP യോഗം കുട്ടനാട് യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ, കൺവീനർ സന്തോഷ് ശാന്തി, ജോസഫ് ചേക്കോടൻ, ചരിത്ര പണ്ഡിതൻ കുറിച്ചി സദൻ, NI തോമസ്, PR സതീശൻ, ബൈജു കാരാഞ്ചേരി, KP ഷാജി, സജി കാവാലം തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ കുട്ടനാടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എത്തിച്ചേർന്നിരുന്നു. രാവിലെ മുതൽ വിദ്യാർത്ഥികൾക്കായി ആശാൻ കവിതാ പാരായണ മത്സരം നടന്നു.
UP കവിതാ പാരായണത്തിൽ 1ാം സ്ഥാനം കണ്ണാടി SHUP സ്കൂളിലെ കരോളിൻ AK-യും LP-യിൽ 1ാം സ്ഥാനം കൈനകരി ലിറ്റിൽ ഫ്ലവർ LPS-ലെ ആൻവി അനിൽകുമാറും കരസ്ഥമാക്കി. വിജയികൾക്ക് MK സാനുമാഷ് ഒപ്പിട്ട സർട്ടിഫിക്കറ്റും ആചരണ സമിതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും മൊമന്റോയും നൽകി. ജനുവരി 10-ന് കായിക്കരയിൽ നിന്നും ആരംഭിച്ച നവോത്ഥാന സന്ദേശയാത്ര 16-ാം തീയതി പല്ലനയിൽ സമാപിക്കും. സ്വീകരണത്തോട് അനുബന്ധിച്ച് സന്ദേശയാത്രാ കലാകാരന്മാർ ആശാൻ കവിതകളെയും നവോത്ഥാന സന്ദേശങ്ങളും ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനായി ഗാന സദസ്സും നടത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി 17-18 തീയതികളിൽ ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മങ്കൊമ്പ് SNDP ഹാളിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ റവന്യൂ ജില്ലാ സമ്മേളനം 2025 ജനുവരി 17-18 തീയതികളിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും മങ്കൊമ്പ് SNDP ഹാളിൽ വെച്ചും നടക്കുകയാണ്. 17-ാം തീയതി പതാക ഉയർത്തലോടുകൂടി ആരംഭിക്കുന്ന സമ്മേളനം 18-ാം തീയതി AICC സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവറുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്ന് നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ DCC പ്രസിഡന്റ്, അതേപോലെ തന്നെ B ബാബുപ്രസാദ്, അതേപോലെ തന്നെ DCC ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ മുതലായവർ പങ്കെടുക്കുന്നു. കൂടാതെ വനിതാ സമ്മേളനം ശ്രീമതി ഷാനിമോൾ HMLA ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വിവിധ യോഗങ്ങളിലായിട്ട് KPSCയുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് സാറ്, സംസ്ഥാന സെക്രട്ടറി PK അരവിന്ദൻ മാഷ്, സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ മുതലായവർ സംബന്ധിക്കുന്നു. വെള്ളിയാഴ്ച 3 മണിക്ക് ജില്ലാ പ്രസിഡന്റ് KN അശോക് കുമാർ പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. തുടർന്ന് മുൻ സംഘടനാ നേതാക്കളെ ആദരിക്കുന്ന ഗുരുവന്ദനം ചടങ്ങ് നടക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ബിജു ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് M മനോജ് അധ്യക്ഷത വഹിക്കും. കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് ജില്ലാ കൗൺസിലും നേതൃയോഗവും ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി ജോൺ ബെബ്സ്കോ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വൈസ് പ്രസിഡന്റ് G മധുലാൽ അധ്യക്ഷത വഹിക്കും. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിവര മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ ട്രഷറർ RK സുധീർ കണക്ക് അവതരിപ്പിക്കും. ശനിയാഴ്ച രാവിലെ മങ്കൊമ്പ് SNDP ഹാളിൽ നടക്കുന്ന സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികളെ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് അനുമോദിക്കും. തുടർന്ന് നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് രാജൻ അധ്യക്ഷത വഹിക്കും. DCC പ്രസിഡന്റ് B ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വിരമിക്കുന്ന ഗുരുശ്രേഷ്ഠന്മാർക്കുള്ള ആദരവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ നൽകും. മുൻ സംസ്ഥാന പ്രസിഡന്റ് C പ്രദീപ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KN അശോക് കുമാർ, ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം K രഘുകുമാർ, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ പ്രകാശ് J തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. മിത്രക്കരി സെന്റ് സേവ്യേഴ്സ് ഹൈസ്കൂളിന്റെ 76ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും വ്യാഴാഴ്ച നടന്നു. ട്രാവൻകൂർ സ്പിന്നിംഗ് മിൽസ് ചെയർമാൻ സണ്ണി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്രിസ്റ്റീന ടീച്ചറിൻ്റെയും മോളമ്മ ടീച്ചറിൻ്റെയും ജെയിൻ ടീച്ചറിൻ്റെയും യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു നിമിഷം അമ്പലന്ന് പോയി. തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്പിന്നിംഗ് മില്ലിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാൾക്ക് സെന്റ് സേവ്യേഴ്സ് സ്കൂളിൽ എന്ത് കാര്യം എന്ന് ഞാൻ ചിന്തിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് സൈനോ തോമസ് അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ മാത്യു ചങ്ങങ്കേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കറുകയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി ഹോളി ക്യൂൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സോഫി റോസ്, മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരമ്യ K, കുട്ടനാട് DEO ബാലകൃഷ്ണൻ PM,
അൽഫോൻസ ഇ.ഡി, റോബിൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്സസ് ഷീന പോൾ, അധ്യാപകരായ മോളമ്മ തോമസ്, ഏലിക്കുട്ടി ആന്റണി എന്നിവർക്ക് യാത്രയയപ്പും നൽകി. ചമ്പക്കുളം ബിഷപ്പ് കുര്യാളശ്ശേരി മെമ്മോറിയൽ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഓരോ കാര്യങ്ങളിലും അതിൻ്റെതായ ഡിസിപ്ലിൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വേ ഓഫ് ടോക്കിംഗ്, കാരണം അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത രീതി വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് കുട്ടനാട്ടിലെ പ്രിയങ്കരായ എനിക്ക് വന്ന ഈ സ്കൂള് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂളായിരിക്കും 14. അപ്പോൾ ഈ 14 പിള്ളേരോട് വരുമ്പോൾ ഇത് തന്നെ അന്ന് ഞങ്ങൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ സ്റ്റേറ്റിലേക്ക് എടുക്കുന്നത്. ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സ്കൂളുകളും വന്ന് ചേർന്നെങ്കിലും അതുപോലെ അറവാട് ഗവൺമെൻറ് ഹൈസ്കൂളിലും അതുപോലെ ചമ്പക്കുളം ഹൈസ്കൂളിൽ ഇവിടെയൊക്കെയാണ് അന്ന് വോളിബോൾ ടൂർണമെൻറ്റ് ഞങ്ങൾക്ക് നടക്കുന്ന സ്ഥലങ്ങൾ. എന്തായിരുന്നാലും എന്നെ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതിനോടൊപ്പം നല്ലൊരു സംവിധാനം. പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ജാൻസി റാണി തോമസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സാബു സി വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറി സുജമ്മ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന്റെ 152ാം ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. മാന്നാർ പരുമല ദേവസ്വം ബോർഡ് കോളേജിലെ 1983-85 ബാച്ചിലെ പ്രീ ഡിഗ്രി 3rd ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ കോളേജിൽ ഒത്തുകൂടി. 40 വർഷത്തിന് ശേഷം തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ച് നടന്ന സൗഹൃദ സംഗമം വേറിട്ട അനുഭവമായി മാറി. നാൽപ്പത് വർഷത്തിന് ശേഷം ഒത്തുകൂടിയവർ ഓർമ്മകൾ പങ്കുവച്ച് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അന്നത്തെ അധ്യാപകരായിരുന്ന പത്മകുമാരി ബി, ഗോപാലകൃഷ്ണൻ, ഈശ്വരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയായ റിട്ടയർഡ് സുബൈദാർ മാത്യൂസ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുർത്തിക്കാട്, കോർഡിനേറ്റർ ഗോപകുമാർ, രഘുനാഥ് തിരുവല്ല, ശ്രീകല എന്നിവർ സംസാരിച്ചു. അധ്യാപകരെ ആദരിക്കുകയും ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടത്തുകയും ചെയ്തു. പുഴവാത് ഹൈന്ദവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ മകരസംക്രമ ദിനമായ ചൊവ്വാഴ്ച സന്താന ഗോപാലമൂർത്തി ക്ഷേത്രമുറ്റം മുതൽ ആലമൂട് വരെ 1000 നിലവിളക്കുകൾ തെളിയിച്ച് നടത്തിയ മകരസംക്രമ ദീപക്കാഴ്ച ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച വൈകിട്ട് 6 നടന്ന മകരസംക്രമ പൂജയുടെ ഭദ്രദീപം കൊളുത്തൽ 253 നമ്പർ NSS കരയോഗം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. VSS സംസ്ഥാന സെക്രട്ടറി KA ദേവരാജൻ, ഗൗഡ സാരസ ബ്രാഹ്മണ ഐക്യസമിതി ചങ്ങനാശ്ശേരി മുൻ പ്രസിഡന്റ് വസന്തകുമാർ, 2404 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റ് ശശാങ്കൻ, കേരള ബ്രാഹ്മണ സഭ മുൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യ അയ്യർ, സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം സെക്രട്ടറി ജയശങ്കർ, AKCHMS 28 നമ്പർ ശാഖാ സെക്രട്ടറി സുരേഷ് ഭാസ്കർ, KMSS പുഴവാതി ശാഖാ സെക്രട്ടറി കണ്ണൻ ഹരി, അഖില കേരള വിശ്വകർമ്മ സഭാ പ്രതിനിധി K ശശിധരൻ, നവനീത കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് 7 മണിക്ക് ശ്രീ വീണ ഭജൻസ് തിരുക്കുടുതാനം അവതരിപ്പിച്ച ഭജൻസ് നടന്നു. ഹൈന്ദവ സേവാ സമിതി ജനറൽ കൺവീനർ സുജിത് VS, കൺവീനർ ഹരീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമല സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായി അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ ശിവേലി. ബുധനാഴ്ച വൈകിട്ട് 5-ന് മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിന്റേതായിരുന്നു ആദ്യ എഴുന്നള്ളത്ത്. സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ 300ഓളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാളികപ്പുറം മേൽശാന്തി പൂജിച്ച് നൽകിയ തിടമ്പും പന്തളത്ത് നിന്നും തിരുവാഭരണത്തോടൊപ്പം എത്തിയ കൊടിക്കൂറയും എഴുന്നള്ളിച്ചു.
സ്വാമിമാരും മാളികപ്പുറങ്ങളും കർപ്പൂരതാലമേന്തി എഴുന്നള്ളത്തിൽ അണിനിരന്നു. 18-ാം പടിയിൽ കർപ്പൂരാരതി നടത്തി ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് മാളികപ്പുറത്തെത്തി ഇറക്കി എഴുന്നള്ളിച്ചു. മാളികപ്പുറത്ത് നിന്ന് തിരികെ എത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് വിരിയിലെത്തി കർപ്പൂരാഴി പൂജ നടത്തിയതോടെ 10 നാൾ നീണ്ട അമ്പലപ്പുഴ സംഘത്തിന്റെ ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി. മകരവിളക്ക് ദിവസം രാവിലെ നെയ്യഭിഷേകവും അത്താഴ പൂജയ്ക്ക് മഹാനിവേദ്യവും നടത്തിയ ശേഷമായിരുന്നു എഴുന്നള്ളത്ത്. അയ്യപ്പസ്വാമിയുടെ പ്രതിസ്ഥാനീയരായി കരുതപ്പെടുന്ന ആലങ്ങാട് സംഘത്തിന്റെ കർപ്പൂരതാലം എഴുന്നള്ളത്തും സന്നിധാനത്ത് നടന്നു. പേരിയോൻ AK വിജയകുമാർ സ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യനെ ഭജിച്ച് നീങ്ങിയ 250ഓളം വരുന്ന സംഘം ഭക്തിയുടെ നിറവിൽ ചുവടുവെച്ചു. മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഗോളകയും കൊടിക്കൂറയും തിരുവാഭരണത്തോടൊപ്പം എത്തിയ തിടമ്പും ചാർത്തിയാണ് കർപ്പൂരതാലം എഴുന്നള്ളിയത്. ശുഭവസ്ത്രം ധരിച്ച് കർപ്പൂരതാലമേന്തി യോഗാംഗങ്ങൾ അണിനിരന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ 18-ാം പടിയിലെത്തിയ ശേഷം പടികൾ കഴുകി കർപ്പൂര പൂജയും ആരാധനയും നടത്തി. തുടർന്ന് അയ്യപ്പ ദർശന ശേഷം മാളികപ്പുറത്തേക്ക് മടങ്ങി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി അഖില കേരള വായനോത്സവം ജനുവരി 19-ന് രാവിലെ 9:30 നീർക്കുന്നം ഗവൺമെന്റ് SDV UP സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7320 രൂപ, പവന് 58,560. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.